അടുത്ത നമുക്ക് സെർബിൾ പാൽസിയാണ്. അപ്പോൾ സെർബിൾ പാൽസി നമുക്ക് 5 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഡിസീസാണ്. നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ സെർബിൾ പാൽസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നോൺ പ്രോഗ്രസീവ് ന്യൂറോമോട്ടർ ഡിസോർഡർ ഓഫ് സെർബിൾ ഒറിജിൻ. അതായത് നോൺ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ അതായത് കുട്ടിക്ക് നമുക്ക് എങ്ങനെയാണോ നമുക്ക് ആ ഒരു പെത്തോളജി നമുക്ക് വരുന്നത്, കുട്ടി ജനിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു പെത്തോളജി വരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുക. അതായത് നമുക്ക് ഫർദർ ചേഞ്ചസ്, അപ്പോൾ ഫർദർ ആയിട്ട് നമുക്ക് മറ്റ് പ്രോഗ്രഷൻസ് ഒന്നും നമുക്കതിൽ വരുന്നില്ല. ഓക്കെ, ഫർദർ ചേഞ്ചസ് ഒന്നും ബ്രെയിനിൽ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നോൺ പ്രോഗ്രസീവ് ന്യൂറോമോട്ടർ ഡിസോർഡർ ഓഫ് സെറിബ്രൽ ഒറിജിൻ. അപ്പോൾ നമുക്ക് സെറിബ്രം, അപ്പോൾ നമുക്ക് ബ്രെയിനിൽ തന്നെ മെയിൻ പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ സെറിബ്രത്തിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സെറിബ്രൽ പാൽസി എന്നൊരു പേര് വരാൻ തന്നെ കാരണം. നോൺ പ്രോഗ്രസീവ് ന്യൂറോമോട്ടർ ഡിസോർഡർ ഓഫ് സെറിബ്രൽ ഒറിജിൻ. ഇനി അതിൻ്റെ എറ്റിയോളജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ, പെരിനെറ്റൽ ഹൈപ്പോക്സിയ, പ്രീമെച്വർ ലേബർ, ബർത്ത് ട്രോമ, ഇൻഫെക്ഷൻസ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കോസസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബ്രെയിൻ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ബർത്ത് ട്രോമ. ഓക്കെ, പിന്നെ നമുക്ക് പെരിനേറ്റൽ ഹൈപ്പോക്സിയ, ആ ഒരു ബർത്തിനോട് ഉണ്ടാവുന്ന ഒരു ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാവുന്ന എന്താ പറയുക ഡിക്രീസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ, ആ ഒരു ഇതൊക്കെ കാരണം നമുക്കിത് വരാം. ഇനി പ്രീമെച്വർ ലേബർ, പിന്നെ പല ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ്, ഇപ്പോൾ നമുക്ക് മെനിഞ്ചൈറ്റിസ് ഒക്കെ പോലത്തെ ഇൻഫെക്ഷൻസ്, അതൊക്കെ കൊണ്ട് നമുക്ക് CP വരാം. ഇനി എൻ്റെ പെത്തോളജി നോക്കാം. ഇൻ മൈൽഡ് CP, അപ്പോൾ നിങ്ങൾക്ക് CP എന്ന് പറയുമ്പോൾ സെറിബ്രൽ പാൽസി ഷോർട്ടായിട്ട് എഴുതിയാണ്. ബട്ട് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഒരിക്കലും ഷോർട്ട് ഫോംസ് ഒന്നും എഴുതി വെച്ചേക്കരുത്. സെറിബ്രൽ പാൽസിന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, ഇൻ മൈൽഡ് CP, ബ്രെയിൻ ഗ്രോസ്ലി അപ്പിയേഴ്സ് നോർമൽ, ബട്ട് ഇറ്റ്സ് അണ്ടർ വെയ്റ്റ് ആൻഡ് ഹാസ് ഓൺലി സ്പെയർ സബ്കോർട്ടിക്കൽ വൈറ്റ് മാറ്റർ ആൻഡ് സ്പേഴ്സ് നെയർ ഫൈബേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു മൈൽഡ് ഫോം ഓഫ് CP ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൊരു ബ്രെയിൻ എന്താ പറയുക, നോർമലി നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ആയിരിക്കും, നോർമലായിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ഒരു അണ്ടർ വെയ്റ്റ് ആയിരിക്കും. അതായത് നോർമലി നമുക്കൊരു കുട്ടിക്ക് ആ ഒരു ഏജിലുള്ള കുട്ടിക്ക് വേണ്ട ഒരു ബ്രെയിൻ വെയ്റ്റ് ആയിരിക്കത്തില്ല. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, അവിടുത്തെ നെർവ് ഫൈബേഴ്സും അതുപോലെ തന്നെ വൈറ്റ് മാറ്ററൊക്കെ ഭയങ്കര ഒരു കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് മൈൽഡ് CPയിൽ. ബട്ട് ഇൻ കേസ് ഓഫ് സിവിയർ ആയിട്ടുള്ള CPയിൽ സെറിബ്രൽ അട്രോഫി, cavity formation of subcortical white matter, atrophy of the basal ganglia and poor encephalitis occur. അതായത് നമുക്കിപ്പോൾ കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള CP ആണെങ്കിൽ സെറിബ്രൽ അട്രോഫി ആയിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് മൊത്തത്തിൽ അങ്ങോട്ട് ചുങ്ങിപ്പോവും. അതേപോലെ തന്നെ കുറേ ക്യാവിറ്റീസ്, കുറേ ഇങ്ങനെ ക്യാവിറ്റീസ് ഒക്കെ പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ അട്രോഫി ഓഫ് ബേസിൽ ഗാംഗ്ലിയൊക്കെ നമുക്ക് അട്രോഫീഡ് ആവാം. പോർ എൻസെഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ക്യാവിറ്റീസ് ഒക്കെ ഉണ്ടാവും, കുറേ ഇങ്ങനെ പോഴ്സ്, എനിക്ക് കുറേ തൊള പോലെ നമുക്ക് അകത്തൊക്കെ ഫോം ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു സിവിയർ CPയിൽ നമുക്ക് ഉണ്ടാകുന്ന പാത്തോളജീസ്. ഓക്കെ, അപ്പോൾ മൈൽഡ് CP ആണെങ്കിൽ നമുക്ക് അണ്ടർ വെയ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ നെർവ് ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. സിവിയർ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രെയിൻ അട്രോഫി, സെറിബ്രൽ അട്രോഫി ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് പോർ എൻസെഫലൈറ്റിസ് പോലത്തെ കാര്യങ്ങൾ, കുറേ ക്യാവിറ്റീസ് പോലത്തെ കാര്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പെത്തോളജി. ഇനി ടൈപ്സ് ഒക്കെ നോക്കാം. സ്പാസ്റ്റിക് CP. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്പാസ്റ്റിക് CP ആണ് പറയുന്നത്. ഓക്കെ, സ്പാസം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് മസിൽ ഭയങ്കരമായിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുക, അതിനാണ് സ്പാസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പാസ്റ്റിക് CPയിൽ നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാം. ടെൻഡൻ റിഫ്ലെക്സ് ആർ എക്സാഗ്രേറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻഡൻ റിഫ്ലെക്സ് നമുക്കറിയാം, ഡീപ് ടെൻഡൻ ഉണ്ട്, സൂപ്പർഫിഷ്യൽ ടെൻഡൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ടെൻഡൻ റിഫ്ലെക്സ് ഒക്കെ എക്സാഗ്രേറ്റഡ് ആവാം. ഓക്കെ, ഇനി വേരിയബിൾ ഡിഗ്രീസ് ഓഫ് വിഷ്വൽ മെൻ്റൽ ഹാൻഡിക്യാപ്സ് ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, വിഷ്വലി അതുപോലെ തന്നെ നമുക്ക് മെൻ്റലി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഹാൻഡിക്യാപ്ഡ് ആയിരിക്കാം. അതുപോലെ തന്നെ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ വരാം. ഇനി അടുത്ത പറയുന്നത് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് മേ ബി. അതായത് നമുക്ക് സ്പാസ്റ്റിക് CP നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ തിരിക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് വരച്ച് നമുക്ക് സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ. ഓക്കെ, സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുമ്പോൾ എന്താണ്, ക്വാഡ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ബോത്ത് ആംസ് ആൻഡ് ലെഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് കൈയും രണ്ട് കാലും എഫക്റ്റഡ് ആവുകയാണ്. ഓക്കെ, സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ. ഓക്കെ, ബോത്ത് ആംസ് ആൻഡ് ലെഗ്സ് ആർ എഫക്റ്റഡ് ആൻഡ് വെൻ ദ പേഷ്യൻറ്റ് walks, ആംസ് ആൻഡ് ഹെഡ് ട്വിസ്റ്റ് ഇൻ സ്ട്രേഞ്ച്ലി. ഓക്കെ, അതായത് നമുക്ക് പേരൻപ് എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ല, ആ കുട്ടി അപ്പോൾ അതിങ്ങനെ നടക്കുമ്പോഴൊക്കെ കൈയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ, അതുപോലെ തന്നെ തലയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിനിമയിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയയിൽ നമുക്ക് രണ്ട് ആംസും ലെഗ്സും ഒക്കെ എഫക്റ്റഡ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വെൻ ദ പേഷ്യൻറ്റ് പേഷ്യൻ്റ് ഇപ്പോൾ നടക്കുമ്പോൾ കൈയും കാലും ഒക്കെ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക രീതിയിലായിരിക്കും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നീസ് ആർ പ്രസ് ടുഗെദർ വിത്ത് ഇൻവേർട്ട് ടേണിംഗ് ഓഫ് ദ ലെഗ്സ് ആൻഡ് ഫീറ്റ്. ഓക്കെ, അപ്പോൾ നീസ്, അപ്പോൾ നമുക്ക് രണ്ട് കാൽമുട്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, രണ്ട് നീസ് ഇങ്ങനെ പ്രസ്സായിട്ടായിരിക്കും ഇരിക്കുക വിത്ത് ഇൻവേർട്ട് ടേണിംഗ് ഓഫ് ദ ലെഗ്സ് ആൻഡ് ഫീറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനൊരു പിക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.
ക്വാഡ്രിപ്ലീജിയ ഇത് കണ്ടോ? അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻ്റ് തലയും കൈയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ? ഓക്കെ, ഇങ്ങനെ ഭയങ്കര ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നീ നോക്കി, നീ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുപ്പിച്ചിലിരിക്കുന്നത്, നീസ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ലെഗ്സ് ആൻഡ് ഫീറ്റ് ടേൺ ഇൻവേർഡ്, അപ്പോൾ കാലൊക്കെ ഇങ്ങനെ നമുക്ക് അകത്തോട്ട് ഇങ്ങനെ, അപ്പോൾ കാൽപാദമൊക്കെ നമുക്ക് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു പിക്ക് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതാണ് സ്പാസ്റ്റിക് ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയാം നമുക്ക് സ്പാസ്റ്റിക് ഡൈപ്ലീജിയ. അപ്പോൾ ഡൈപ്ലീജിയ എന്ന് പറയുമ്പോൾ നമുക്ക് ലോവർ ലിംസ് മാത്രമായിരിക്കും നമുക്ക് എഫക്റ്റഡ്. ഓക്കെ, അപ്പർ ലിംസിന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ലോവർ ലിംസിനാണ് ഭയങ്കര സിവിയറിറ്റി ഉണ്ടാവുക. ഇനി ടെൻഡൻസി ടു ഡെവലപ്പ് കൺട്രാക്ചേഴ്സ് ഓഫ് ആങ്കിൾ ആൻഡ് ഫീറ്റ്. ഓക്കെ, അപ്പോൾ കൺട്രാക്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മസിൽസിനും അതുപോലെ തന്നെ മസിൽസും ഈ പറഞ്ഞ ടെൻഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്റ്റിഫായിട്ട് നിൽക്കുന്ന അവസ്ഥ, അതിനാണ് കൺട്രാക്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്പാസ്റ്റിക് ഡൈപ്ലീജിയ നമുക്ക് ആംഗിൾസ് അതുപോലെ തന്നെ ഫീറ്റിലൊക്കെ കൺട്രാക്ചേഴ്സ് ഉണ്ട്. അവിടുത്തെ മസിൽസിനും ടെൻഡൻസിനൊക്കെ ഭയങ്കരമായിട്ടൊരു സ്റ്റിഫ്നെസ് വരാം. ഓക്കെ, അതാണ് സ്പാസ്റ്റിക് ഡൈപ്ലീജിയയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിക്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പർ ബോഡി നമുക്ക് നോർമലാണ്, നമുക്ക് ലോവർ പാർട്സ് മാത്രമാണ് സിവിയർലി എഫക്റ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി ഈ പറഞ്ഞ ഫീറ്റിലൊക്കെ നമുക്ക് കൺട്രാക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഒരു പ്രത്യേക രീതിയിലാണ് ഈ കുട്ടി നിൽക്കുന്നത്. കാലൊക്കെ അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കൺട്രാക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ മൂവ്മെൻ്റ് ഒന്നും ഇവർക്ക് പോസിബിൾ ആവില്ല. ഇനി അടുത്ത് പറയുന്നത് വെച്ചാൽ സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ. ഓക്കെ, സ്പാസ്റ്റിക് ഹെമിപ്ലീജിയ എന്ന് പറയുമ്പോൾ ആം ആൻഡ് ലെഗ് ഓഫ് വൺ സൈഡ് വിൽ ബി എഫക്റ്റഡ്. അപ്പോൾ നമുക്ക് ഒരു വശത്ത് നമുക്ക് ആമും ലെഗും എഫക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ദ എഫക്റ്റഡ് ആം ഈസ് ബെൻഡ്. അപ്പോൾ നമുക്ക് അവർ ഏത് കൈയാണ് എഫക്റ്റ് ആയിരിക്കുന്നത് അത് കുറച്ചിങ്ങനെ ബെൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ടിപ്പ് ടോ വാക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടിപ്പ് ടോ വാക്കിംഗ് ഓൺ ദ എഫക്റ്റഡ് സൈഡ്. ഓക്കെ, അതായത് പേഷ്യൻ്റ് വാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലായിരിക്കും, ഒരു ടോയിലായിരിക്കും ഇങ്ങനെ വാക്ക് ചെയ്യുന്നത്. ഒരു നമുക്ക് എന്താ പറയുക, ടോസിലായിരിക്കും പേഷ്യൻ്റ് ഇങ്ങനെ വാക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതാണ് സ്പാസ്റ്റിക് ഹെമിപ്ലീജിയയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ക് നോക്കി നിങ്ങൾ കണ്ടോ? അപ്പോൾ ഇതിൽ ഒരു ഹാഫ് ഓഫ് ദ ബോഡി, അതായത് നമുക്ക് ഒരു ആമും ഒരു ലെഗും അഫക്റ്റ് ആയി വരുന്നത്. അതുപോലെ തന്നെ എഫക്റ്റഡ് ആം കുറച്ചൊക്കെ ബെൻഡ് ആയിരിക്കും. കണ്ടോ? ഈ കുട്ടി ഇങ്ങനെ കൈ മടക്കി വെച്ചേക്കുന്നത് കണ്ടില്ലേ? ആൻഡ് അതുപോലെ തന്നെ ടിപ്പ് ടോ വാക്കിംഗ്. കണ്ടോ? നമുക്കിവിടെ ഈ പറഞ്ഞ ഹീല് കുത്തിയിട്ടല്ല നടക്കുന്നത്, പകരം ടോസ് കുത്തിയാണ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് ടിപ്പ് ടോ വാക്കിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഈ ഒരു പിക്ക് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് മൂന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ പിക്ക് വെച്ചിട്ട് നിങ്ങൾ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് സ്പാസ്റ്റിക് സി പിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഹൈപ്പോട്ടോണിക് സി പി ആണ്. ഓക്കെ, ഹൈപ്പോട്ടോണിയ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരു മസിൽ ടോൺ ഭയങ്കരമായിട്ട് കുറയുക, കൈയും കാലൊക്കെ കുഴഞ്ഞൊക്കെ പോവില്ലേ, അതിനാണ് ഹൈപ്പോട്ടോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടോണിക് സി പിയിൽ നമുക്ക് എന്നെ സംഭവിക്കുക, ഹൈപ്പോട്ടോണിയ ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ടെൻഡൻ റിഫ്ലക്സ് ഒക്കെ റെഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, നേരത്തെ നമുക്ക് സ്പാസ്റ്റിക്കിൽ ടെൻഡൻ റിഫ്ലക്സ് എക്സാഗ്രേറ്റഡ് ആണെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, ടെൻഡൻ റിഫ്ലക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. ഇനി ബബിൻസ്കി സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ബബിൻസ്കി സൈൻ നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു അപ്പോൾ ആ ഒരു ഹീലിൻ്റെ ആ ഒരു ഔട്ടർ മോസ്റ്റ് പോർഷൻ അവിടെ നമുക്കൊരു സ്ട്രോക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫാനിങ് ഓഫ് ഫിംഗേഴ്സ് ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റുക തന്നെ ബബിൻസ്കി സൈൻ എന്ന് പറയുന്നത്. പിന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ ഈസ് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ മെൻ്റലി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും ഹൈപ്പോട്ടോണിക് സി പിയിൽ. ഓക്കെ, ഇത്രയാണ് പറയുന്നത് ഹൈപ്പോട്ടോണിക് സി പിയിൽ ഹൈപ്പോട്ടോണിയ ഉണ്ടായിരിക്കും, ടെൻഡൻ റിഫ്ലക്സ് ഒക്കെ കുറവായിരിക്കും, ബബിൻസ്കി സൈൻ ഉണ്ടായിരിക്കും, മെൻ്റൽ റിട്ടാർഡേഷൻ ഒക്കെ പ്രസൻറ്റ് ആയിരിക്കും. ഇനി ഡിസ്കൈനറ്റിക് സി പി. ഓക്കെ, ഡിസ്കൈനറ്റിക് സി പിയിൽ എന്താ സംഭവിക്കാം, ഇൻവോളണ്ടറി അബ്നോർമൽ മൂവ്മെൻറ്റ് ഇൻ ദി ആംസ്, ലെഗ്സ് ആൻഡ് ഹാൻഡ്. ഓക്കെ, ഇൻവോളണ്ടറി അബ്നോർമൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു അബ്നോർമാലിറ്റി, അപ്പോൾ നമുക്ക് കാലുകൾക്കൊക്കെ ഭയങ്കര ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഇൻ സം കേസസ് ഫേസ് ആൻഡ് ടങ് ഓൾസോ എഫക്റ്റഡ്. ഓക്കെ, അതാണ് ഡിസ്കൈനറ്റിക് സി പി എന്ന് പറയുന്നത്. ഇനി അറ്റാക്സിക്. അപ്പോൾ അറ്റാക്സിക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സെർബല്ലാർ ലീഷനാണ് വരുന്നത്. ഓക്കെ, ഡിഫിക്കൽറ്റി ഇൻ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ എന്താ പറയുക, നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ വീഴുന്ന പോലെയോ അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഒക്കെ നമുക്ക് അതിൽ എഫക്റ്റഡ് ആയിരിക്കും അറ്റാക്സിക് സി പിയിൽ. ഓക്കെ, ഇനി മിക്സഡ് സി പി. മിക്സഡ് സി പി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സി പി നേരത്തെ പറഞ്ഞതിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് മോസ്റ്റ്ലി പീപ്പിൾ എക്സിബിറ്റ് ദ സിംറ്റംസ് ഓഫ് സ്പാസ്റ്റിക് ആൻഡ് ഡിസ്കൈനറ്റിക് സി പി. അപ്പോൾ നമുക്ക് മറ്റെല്ലാ ടൈപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലും നമുക്ക് സ്പാസ്റ്റിക്കിൻ്റെയും ഡിസ്കൈനറ്റിക് സി പിൻ്റെയും ഫീച്ചേഴ്സ് ആയിരിക്കും മിക്സറിൽ കൂടുതൽ ആൾക്കാരെ എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെറിബ്രൽ പാൽസിയുടെ ഓരോ ടൈപ്സ് പറഞ്ഞത്. സ്പാസ്റ്റിക് പറഞ്ഞു, പിന്നെ ഹൈപ്പർട്ടോണിക് പറഞ്ഞു, ഡിസ്കൈനറ്റിക്, അറ്റാക്സിക് ആൻഡ് മിക്സഡ്. അടുത്ത നമുക്ക് ഡയഗ്നോസിങ്ങിനെ നോക്കാം. പെരിനേറ്റൽ ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുട്ടിയുടെ ഒരു ബർത്തിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ഹിസ്റ്ററി അതൊക്കെ നമ്മൾ ചോദിക്കുക. പിന്നെ ന്യൂറോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സാമിനേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുക. ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യുക, ക്രേനിയൽ നെർവ്സ്, അതുപോലെ തന്നെ ബാക്കി സെൻസറി മോട്ടോർ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഡെവലപ്മെൻറ്റൽ എക്സാമിനേഷൻ, പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് EEG. അപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ ഒരു ആക്ടിവിറ്റി എന്നൊക്കെ മനസ്സിലാൻ വേണ്ടി EEG നോക്കുക. പിന്നെ നമുക്ക് MRI ഓഫ് ബ്രെയിൻ നോക്കുക.
ബ്ലഡ് എക്സാമിനേഷൻസ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ബ്ലഡ് എക്സാമിനേഷനൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഡയഗ്നോസിസ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കുട്ടികളുടെ എന്താണ് ഒരു ആക്ടിവിറ്റീസ് ഒക്കെ എൻഹാൻസ് ചെയ്യുക, അതിനുവേണ്ടി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുക. ആൻറ്റി കൺവൾസൻസ്, ഓക്കെ, അത് കൊടുക്കുക. ട്രാങ്ക്വിലൈസേഴ്സ് കൊടുക്കാം. പിന്നെ റിഹാബിലിറ്റേഷൻ ആൻഡ് വൊക്കേഷണൽ സപ്പോർട്ട്, ഓക്കെ, അത് ചെയ്യാം. പിന്നെ മസിൽ റിലാക്സൻസ് കൊടുക്കുക. ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇപ്പോൾ എന്തായാലും എന്താ പറയുക, ഇപ്പോൾ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ സപ്പോർട്ട്. അപ്പോൾ ഇവർക്കായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അവർക്ക് വേണ്ട സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അത്രയാണ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് CP അഥവാ സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മിസലേനിയസ് ആയിട്ടുള്ള പീഡിയാട്രിക് ഡിസോർഡേഴ്സ്.